ഹായ് ഫ്രണ്ട്സ്, വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് പോസ്റ്റുകളൊന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളതും അതേ സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് പുട്ടിനുള്ള പൊടിയാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. തേങ്ങ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ചിരവ് എടുക്കാനുള്ള മടിയുണ്ട്. ഞാനിപ്പോൾ കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ പൂണ്ടെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ഒടിച്ചാൽ നമുക്ക് തേങ്ങ ചിരവ് പോലെ കിട്ടും. അങ്ങനെ ചെയ്ത് വെച്ചതാണ്. പിന്നെ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യലാണ്. കാരണം ഇത് ശരിയായ പുട്ടുപൊടിയല്ല. നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി അധികം വന്നാൽ നമ്മളതൊരു ഡബ്ബയിലോ ഫ്രീസർ ബാഗിലോ എടുത്ത് ഫ്രീസ് ചെയ്യാം. ഫ്രിഡ്ജിലല്ല കേട്ടോ, ഫ്രീസറിൽ വെക്കുക. പിറ്റേ രാവിലെ എടുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത്. നല്ല അസൽ സോഫ്റ്റ് പുട്ടായി കിട്ടും. പുട്ടിന് എളുപ്പ പണിയാണിത്. ഇത് നമുക്ക് സാധനം വേസ്റ്റ് ആവില്ല. പിന്നെ നെയ്യിൻ്റെ സ്വാദും എല്ലാം, ഏലക്കായുടെ അതിൻ്റെയൊക്കെ സ്വാദ് കിട്ടും നെയ്ച്ചോറിൻ്റെ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. തേങ്ങയുടെ കളറുണ്ട്, പേടിക്കേണ്ട കേട്ടോ. അത് തേങ്ങയുടെ അടിയിൽ ചുണങ്ങ് മാതിരി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ അത് അടക്കാൻ വരിക. അങ്ങനെ പൊടിച്ചെടുത്തത്. അധികം നൈസായിട്ട് പൊടിച്ചില്ല, കുറച്ച് ഒരു പീസൊക്കെ കടിക്കാൻ ടേസ്റ്റാണ്. പിന്നെ ഇതിനൂടെ എന്തെങ്കിലും നല്ല കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. നമുക്ക് ബിരിയാണിയുടെയൊക്കെ നെയ്ച്ചോറൊക്കെ ബാക്കിയായാൽ അതിങ്ങനെ ഫ്രിഡ്ജിലിട്ട് ഉരുട്ടി കളയണ്ട, വേസ്റ്റ് കളയണ്ട. നമുക്ക് ബാക്കിയാണെന്ന് കണ്ടാൽ ഒരു 2-3 ഫ്രീസർ ബാഗിൽ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുക. ഫ്രീസർ ബാഗിലാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് വെച്ച് 1-2 മുട്ടിയാൽ പൊടിഞ്ഞും ഇങ്ങനെ പീസായി കിട്ടും. മിക്സിയിലിട്ട് ഒരു മിനിറ്റ് ഓരോ പ്രാവശ്യം മിക്സിയിൽ ഒരു പകുതി വെള്ളം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ എടുത്ത പുട്ടുപൊടിയാണ് കേട്ടോ അത്. നല്ല സോഫ്റ്റ് പുട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊന്ന് പുട്ട് നിറച്ചിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഈ പൊടിച്ചെടുത്ത നെയ്ച്ചോറിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാ റൈസ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു പശ കിട്ടാതെ ഇങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. അത് നിർബന്ധമില്ല, അല്ലെങ്കിൽ കിട്ടും, എങ്കിലും അധികം ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ. ഓക്കെ, പുട്ടിന് നന്നായിട്ട് ആവി വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. നെയ്ച്ചോറാകുമ്പോൾ നെയ്യുടെ മണവും ഏലക്കായുടെ മണമൊക്കെ ആയിട്ടുള്ളൊരു പുട്ട്, നല്ല ടേസ്റ്റായിരിക്കും. ഇത് നല്ല പൊട്ടറ്റോ ബാജി ഉണ്ടെങ്കിൽ വളരെ നല്ല, കടലക്കറിയോ എന്ത് വേണമെങ്കിലും, ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ അരി നെയ്ച്ചോറിൻ്റെ നമുക്ക് എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം വേണം, അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഇത്രയേ വേണ്ടുള്ളൂ. ഒരു കുറ്റി ആയി വരുന്നുണ്ട്, ബാക്കി ഇത്രയുണ്ട്. അതുകൊണ്ട് നമുക്ക് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത്ര പൊടിക്കുക, അല്ലെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുക. അതിലേക്ക് ഫ്രീസറിൽ കവറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പം ഞാനിത് പുട്ട് പുറത്തെടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഗീ റൈസ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ നിറയെ ഞാൻ നിറച്ച് വെച്ചതാണ്, പക്ഷേ എല്ലാം താണിട്ട് പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് 2 മിനിറ്റ് തണിയാൻ വെക്കുകയാണ്. ശേഷം ഒരു വാഴയിലൊക്കെ മുറിച്ച് അതിലേക്ക് നമുക്ക് ഈ പുട്ട് തള്ളിയെടുക്കാം. ഓക്കെ, നല്ല ഗീ റൈസ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുള്ള് നിറച്ചാലും കുറച്ചൊന്ന് ചെറുതായി വരും. ഇതെല്ലാം ഒന്ന് അമർന്നിട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുക്കട്ടെ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് ബാക്കി ഒരുപാട് വന്നാൽ വേസ്റ്റായി കളയാതെ ഇങ്ങനെ ചെയ്തെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നൈറ്റിൽ ഡിന്നറിനോ. ഞാനിതിന് പ്രോൺസിൻ്റെ ഒരു റോസ്റ്റാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ ഗീ റൈസ് പുട്ടും റോസ്റ്റും എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും റോസ്റ്റോ വേറെ എന്തെങ്കിലും കറിയോ ആദ്യം എന്തെങ്കിലും ആക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.